വിജിലൻസ് ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ കെ ബാബു മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഈ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാലേ ഇത് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടു 10 ഗ്ലാസ് വെള്ളം കുടിച്ചു. ഇതിനകത്ത് അവർ കുറേ വിവരങ്ങൾ ഉള്ളത് ശേഖരിക്കുന്നുണ്ട് നമ്മളോട് ചോദിച്ചിട്ട്. പക്ഷേ ഏതായാലും ഞാനൊരു കാര്യം പറയാം, എനിക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ 2 മാസമായി അന്വേഷണം നടന്നിട്ട്. അപ്പോൾ ഈ അന്വേഷണത്തിലൂടെ എൻ്റെ ബിനാമികളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവർ ആരോപിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ചൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ അതൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് അവർ പറയണത്. എന്ന് പറഞ്ഞാൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. ഇന്ന് വിളിപ്പിച്ചത് വിവരങ്ങൾ ശേഖരിക്കാൻ. ഞാൻ എവിടെ ജനിച്ചു, എൻ്റെ അച്ഛനാര്, എൻ്റെ അമ്മയാര്, എൻ്റെ ഭാര്യ വീട് എവിടെയാണ്, അല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കളിയാക്കി പറഞ്ഞല്ല അവർക്ക് ശേഖരിക്കാനുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ മീഡിയയിലൂടെ ഓരോ ദിവസവും ഒരുപാട് സ്റ്റോറീസ് വിടുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിൽ എനിക്ക് 1 രൂപയുടെ നിക്ഷേപം പോലും ഇല്ല. ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഗവർണർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കണക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് 1 ഇഞ്ച് ഭൂമി എനിക്കില്ല. ഒരു ബിസിനസ് സംരംഭങ്ങളുമായിട്ടും എനിക്ക് ഒരു ബന്ധവുമില്ല. അത് തീർത്ത് പറയാൻ സാധിക്കും. പിന്നെ ബിസിനസ്സുള്ള ആളുകളെല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതൊന്നും സാമ്പത്തിക ബന്ധങ്ങളല്ല. എറണാകുളത്ത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് MLA പൊതുപ്രവർത്തനം. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ബിസിനസ്സുകാർ മാത്രമല്ല പാവപ്പെട്ട ആളുകളായിട്ടും ബന്ധമുണ്ട്. ധാരാളം പാവപ്പെട്ട ആളുകളായിട്ട് ബന്ധമുണ്ട്. അതൊന്നും ഒരു ബിസിനസ് ബന്ധമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. കാരണം ഞാൻ ഉറപ്പിച്ച് പറയല്ലേ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എനിക്ക് 1 രൂപയുടെ നിക്ഷേപം പോലുമില്ല. അല്ല, കാരണം എന്താണെന്നറിയാമോ? അല്ല, ഇപ്പം ഇത് വിട്ടോ. അല്ല, എനിക്ക് ഒരു ബിസിനസ് സംരംഭങ്ങളുമായിട്ടും ഒരു ബന്ധവും ഇതുവരെ ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ നിക്ഷേപം ഒന്നിലുമില്ല. പക്ഷേ നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന ആളുകളായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അതൊന്നും ബിസിനസ് ബന്ധങ്ങളായിട്ട് ചിത്രീകരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ MLA ആയിരിക്കുമ്പോൾ, ഇപ്പം MLA അല്ല, ഉണ്ടായിരിക്കുമ്പോൾ ഉള്ള എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതെ, അല്ല, അതിനകത്തൊരു കോടതി പോകുന്നതുമായിട്ടൊക്കെ നിയമ പ്രശ്നങ്ങളാണ്. അതൊക്കെ എനിക്കിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല, TV യിലൂടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് നിയമപ്രശ്നങ്ങളല്ലേ, അത് വക്കീൽമാരൊക്കെ ആയിട്ട് സംസാരിച്ചില്ല. പക്ഷേ അന്വേഷണം നടന്നല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ അന്വേഷണം നടന്നു. ഞാനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ, ഇപ്പം നിങ്ങൾ ഉദാഹരണം ബാബുറാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അയാൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കൺവീനറായിരുന്നു പല ഘട്ടങ്ങളിൽ. പല കാര്യങ്ങളും ഞാനുമായിട്ട് ശിവഗിരിയിലെ പരിപാടി, ആലുവ അദ്വൈതാശ്രമത്തിലെ ശതാബ്ദി ആഘോഷം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകന അനുഭാവിയാണ്. അല്ലാതെ ഒരു ബിസിനസ് ബന്ധം ഞാനായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരാളുമായിട്ടും ഇല്ല. എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ല. ഇപ്പം ഇന്നലെയാണ് ഞാൻ ഈ കത്ത് കണ്ടത്. എനിക്കറിയില്ല. അല്ല, ഞാനതിപ്പോൾ തീർത്ത് പറയാം. ഞാൻ ഒന്നുകൂടി നിങ്ങൾ കേട്ടോ. ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു സ്ഥാപനത്തിലും എനിക്ക് യാതൊരു നിക്ഷേപവും ഇല്ല. ഞാൻ കണക്കിൽ കൊടുത്തിട്ടുള്ള ഭൂമിയല്ലാതെ 1 ഇഞ്ച് ഭൂമി പോലും എനിക്കില്ല. അല്ല, ഒരു കാര്യം, ഈ ബാബുറാം താങ്കൾ പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനമാണെന്ന് പറയുന്നു. പക്ഷേ ഇത്രയും താങ്കൾ KPCC വലിയ നേതാവ് കൂടിയാണ്. ഈ എന്നിട്ട് ബാബുറാം മാത്രം താങ്കൾക്ക് വേണ്ടി കത്ത് അയാളോട് ചോദിക്കണ്ടേ? ഞാനെങ്ങനെ അറിയണത്? ഞാൻ ചോദിച്ചല്ല, അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാം. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ പുറത്ത് ഇവർ പ്രചരിപ്പിക്കുന്ന പോലെ നിക്ഷേപങ്ങളോ ബിസിനസ് പങ്കാളിത്തമോ ഒന്നുമില്ല. പിന്നെ നിങ്ങളെൻ്റെ വിദേശ യാത്രകളെക്കുറിച്ച് ഒരുപാട്, ഞാൻ ഈ 25 കൊല്ലം MLA ആയിരുന്നു, 5 കൊല്ലം മന്ത്രിയായിരുന്നു. ആകെ ഞാൻ ദുബായി പോയിട്ടുള്ള ഒറ്റ പ്രാവശ്യം കുവൈറ്റിൽ പോയിട്ടുണ്ട്, 1 പ്രാവശ്യം സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ വിദേശയാത്രയല്ല. എൻ്റെ ഫോണിൽ ISD പോലും ഇല്ല. ഇല്ല, ഇതൊന്നും വിശദീകരിച്ചിട്ടില്ല. അതെ,
ചോദിച്ചോ. എനിക്കറിഞ്ഞൂടാ. എനിക്കറിയില്ല. അല്ലത് ഏത് സാഹചര്യത്തിലാണ് ഈ കത്ത്? വിജിലൻസ് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന കെ ബാബു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അദ്ദേഹം നിഷേധിച്ചു. ഇന്ത്യക്കകത്തോ പുറത്തോ തനിക്ക് ബിസിനസ് സംരംഭങ്ങളോ നിക്ഷേപമോ താല്പര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻ നിലപാട് ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്.